Welcome to my YouTube channel, Doc and Mom. Stay tuned. Hi all, welcome. അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പീനട്ട് ചോക്ലേറ്റ് ബോൾസ് ആണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുക. പിന്നെ ഷുഗർ ഒരു 120 ഗ്രാംസ് ഷുഗറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലെടുക്കുന്നത് ഒരു 250 ml ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പാലെടുക്കുന്നത്. ആ പാല് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഷുഗറും കൊക്കോ പൗഡറും നന്നായി മിക്സ് ചെയ്യുക. കൊക്കോ പൗഡർ പാലിൽ അലിയാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നല്ല ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്നും നമ്മൾ സ്റ്റൗവിലല്ല കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പാല് കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് മാത്രമേ നമ്മൾ സ്റ്റൗവിൽ ചെയ്യുന്നുള്ളൂ. ഈ ഒരു സംഭവം മാത്രമേ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ മാത്രമേ നമ്മൾ സ്റ്റൗവിൽ ചെയ്യുന്നുള്ളൂ. സ്റ്റൗവിൽ വെച്ച് ചെറിയ തീയിലാണ് ഇത് വെക്കേണ്ടത്. ചെറിയ തീയിൽ നല്ല രീതിയിൽ കുറുകി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ പീനട്ട്സ്, റോസ്റ്റഡ് പീനട്ട്സ് ആണ് കേട്ടോ എടുക്കേണ്ടത്. ഞാൻ ഓൾറെഡി ഇത് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. പീനട്ട്സ് റോസ്റ്റ് പോലെ നന്നായിട്ട് ചോപ്പ് ചെയ്യുക. ചോപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 120 ഗ്രാംസ് പീനട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ആ ചോപ്പ് ചെയ്ത് വെച്ചത് നമ്മൾ ഈ ചോക്ലേറ്റ് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്നും കൂടി ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് വീണ്ടും ഒന്ന് കുറുകി വരുന്നത് വരെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയും നമ്മൾ ഫ്ലെയിമിൽ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഫ്ലെയിമിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വാനില എസൻസ്, അതായത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ബട്ടറാണ്. ബട്ടർ ഒരു 100 ഗ്രാംസ് ഓഫ് ബട്ടർ തന്നെ ആഡ് ചെയ്യണം. അതും നമ്മൾ അടുപ്പത്ത് വെക്കേണ്ട, ആ ചൂടിൽ തന്നെ ബട്ടർ അങ്ങ് അലിഞ്ഞോളും. ഒരു 100 ഗ്രാംസ് ബട്ടറും കൂടി ആഡ് ചെയ്ത് വീണ്ടും നമ്മൾ നന്നായിട്ട് ആ ബട്ടർ മെൽറ്റ് ചെയ്യുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടർ 100 ഗ്രാം അല്ലെങ്കിൽ 120 ഗ്രാംസ് ആണ് വേണ്ടത്. ഞാൻ 100 ഗ്രാംസ് എടുത്തത്. 100 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് നമുക്ക് കിട്ടുക. അത് എന്നിട്ടൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം വേറൊരു ബൗളിൽ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റ്സ് എടുത്തിട്ട് ക്രഷ് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഏത് ബിസ്ക്കറ്റും ആവാം. ഞാനിവിടെ മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓറിയോ എടുക്കാം, ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് എടുക്കാം, ഏതും എടുക്കാം. ഇത് വല്ലാതെ പൗഡർ ആക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് ക്രഷ് ചെയ്യാൻ. നമ്മൾ മറ്റ് ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നല്ല ഫൈൻ പൗഡർ ആക്കുന്ന പോലെ ഒന്നും ആക്കണ്ട. കൈകൊണ്ട് തന്നെ ദേ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചൂടാറാൻ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടാറിയിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് നൈസായിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ്ലി ഇതിലേക്ക് ചേരുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബിസ്ക്കറ്റ്സും ഇതും കൂടി വല്ലാതെ ലൂസ് ആവരുത്. ആ കൺസിസ്റ്റൻസിയിൽ വേണം ബിസ്ക്കറ്റ്. വല്ലാതെ നിങ്ങളുടെ ഈ ഒരു മിക്സ്ചർ ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ബിസ്ക്കറ്റ്സ് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാനതിൽ വീഡിയോ എടുത്തിട്ടില്ല. എൻ്റെ ഇത് കുറച്ച് ലൂസ് ആയതുകൊണ്ട് ബാറ്റർ ഞാൻ കുറച്ചും കൂടി ബിസ്ക്കറ്റ്സ് ലേറ്റർ ഓൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ക്ലിങ് പേപ്പർ വെച്ചിട്ട് അടച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കുക. നമുക്കിത് ബോൾസ് ആക്കി എടുക്കുക വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്കത് കറക്റ്റ് ബോൾസായിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചോക്ലേറ്റ് ഇതുപോലെ ഉണ്ടാക്കണം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു ഡിപ്പ് പോലെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഡയറി മിൽക്കാണ്. 45 റുപ്പീസിൻ്റെ ഡയറി മിൽക്കും പിന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത് ഇതേപോലെ ഒരു സിറപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ മാറ്റി വെക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി പീനട്ട്സും വാൾനട്ട്സും കൂടി ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആ ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇതൊരു കംപ്ലീറ്റ് ചോക്ലേറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിലിപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റും നമുക്ക് വലിയ വില കൊടുത്തിട്ടോ അല്ലെങ്കിൽ കിട്ടാത്ത ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല. ഇനി ഫ്രീസറിൽ നിന്ന് അത് എടുത്തതിന് ശേഷം ഇതേപോലെ വീണ്ടും നമ്മൾ ചെറിയ ചെറിയ റൗണ്ട്സ് ബോൾസ് ആക്കുക. ഇനി ബോൾസ് ആക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ ബാറ്റർ വല്ലാതെ ലൂസാണ്, വല്ലാതെ എൻ്റെത് കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടിയും ബിസ്ക്കറ്റ്സ് പൊടിച്ചിട്ടിട്ട് ഒന്നും കൂടി നിങ്ങൾക്കത് ടൈറ്റ് ആക്കാം. പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ ഞാൻ ബോൾസ് ആക്കിയിട്ട് ഞാൻ കുറച്ച് നേരം കൂടിയും ഫ്രീസറിൽ വെക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടിയും ഫ്രീസറിൽ വെച്ചാൽ കിട്ടുന്ന ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഫ്രീസറിൽ നിന്ന് പിന്നീട് എടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ഇതിങ്ങനെ റൗണ്ട്സ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ റൗണ്ട്സ് അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല
എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഫ്രീസറിൽ നമുക്ക് ഒന്നും കൂടി ഇത് സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇരുന്നോട്ടെ, ഫ്രീസറിൽ വെക്കുക. അപ്പം നമുക്കൊന്നും കൂടി സെറ്റായി കിട്ടും. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് ഒന്നും കൂടി റൗണ്ട് ആക്കി എടുത്തതാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചോക്ലേറ്റ് ഡിപ്പ് ഉണ്ടല്ലോ, അതിലിട്ടിട്ട് ഒന്നും കൂടി ഇത് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളത് വീണ്ടും പ്ലേറ്റിലേക്ക് വെച്ച് ഒന്നും കൂടി ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ്. അപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തപ്പോൾ കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ആ ചോക്ലേറ്റ് ലെയർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. കഴിച്ചു നോക്കിയപ്പോഴും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഉള്ളിലത്തെ പീനട്ട്സ് ക്രഞ്ചി ആയിട്ടും ചോക്ലേറ്റ് ലെയർ വേറെയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. വളരെ പെട്ടെന്നും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ഒരു സ്നാക്കാണ്. അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസും ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലത്തെ ഡെസേർട്ട് റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഐ എം എ ഡെസേർട്ട് ലവർ. സോ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ഞാൻ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. ബൈ.